എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫറിനെ കുറിച്ച് എന്തെങ്കിലും അറിയിപ്പുകൾ ഉണ്ടാവുകയാണെങ്കിൽ അറിയിക്കണമെന്ന് നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ ലഭ്യമാകുന്ന അറിയിപ്പുകളാണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത്. തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലാവുമല്ലോ, കുറച്ച് ദൈർഘ്യമേറും, പക്ഷേ നിങ്ങൾ ഇത് മുഴുവൻ കണ്ടേ പറ്റുകയുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിന് കൃത്യമായ രീതിയിൽ അപേക്ഷിക്കാനും കൃത്യമായ പ്രൊസീജിയറുകൾ ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ: സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആർക്കൊക്കെ അപേക്ഷിക്കാം, അപേക്ഷ ഉടനെ ആരംഭിക്കും. അപ്പോൾ +1 അലോട്ട്മെൻറ്റ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ഉടനെ ആരംഭിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിരെ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിതിരെ വീഡിയോയിലേക്ക് +1 അലോട്ട്മെൻറ്റ്, സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ ഉടനെ ആരംഭിക്കും. ഇന്ന് രാത്രിയോടെ എന്ത് ചെയ്യും? സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ഇന്ന് രാത്രിയോടെ വരും. അപ്പോൾ ഇന്ന് രാത്രി എന്ത് ചെയ്യും? സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും അതിൻ്റെ അഡ്മിഷനായിരിക്കും. നാളെയും മറ്റന്നാളും 25 വ്യാഴം 26 വെള്ളി ദിവസങ്ങളിൽ അഡ്മിഷനായിരിക്കും. ശേഷം ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ചയും കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ചയോടെ, ചിലപ്പോൾ ശനിയാഴ്ച തന്നെ അപേക്ഷ വിളിക്കും, അല്ലെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി എന്തായാലും എന്ത് ചെയ്യും? +1ൻ്റെ സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വ്യാഴവും വെള്ളിയും 25-ാം തീയതിയും 26-ാം തീയതിയും ഇതിൻ്റെ അഡ്മിഷൻ നടക്കും. 25-ാം തീയതിയും 26-ാം തീയതിയും എന്ത് ചെയ്യും? സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ പ്രവേശനം സാധ്യമാക്കുന്ന രീതിയിലായിരിക്കും നടക്കുക. അതിനുശേഷം പിന്നീടുള്ള ശനിയും ഞായറും സാറ്റർഡേ ഹോളിഡേ ആണ്, സൺഡേ ഹോളിഡേ ആണ്. ശേഷം മൺഡേ തിങ്കളാഴ്ച എന്ത് ചെയ്യും? ഒരു 90% എന്ത് ചെയ്യും? ഒരു 90% എന്ത് ചെയ്യും? ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും? +1ൻ്റെ പ്രസിദ്ധീകരിക്കാൻ, അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടായാൽ അത് നിങ്ങളിലേക്ക് തീർച്ചയായും ആദ്യം തന്നെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ പല വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന്. ആർക്കൊക്കെയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കുക? മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും, മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ ട്രാൻസ്ഫറിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇനി സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട എന്നീ കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കും? സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഇവർക്ക് അവസരമൊരുക്കിയിരിക്കും. അതായത് ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്തിരുന്നില്ല? സ്പോർട്സ് കോട്ട, അൺഎയ്ഡഡ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട. അത് കമ്മ്യൂണിറ്റി കോട്ടയിലും സ്പോർട്സ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെൻറ്റ് കോട്ടയിലും സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 90% അവർക്കും ഇത്തവണ
ഇത്തവണ വിളിക്കുന്ന ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ സാധിക്കുമെന്ന് ഒന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. പിന്നെ ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിച്ചപ്പോൾ എന്ത് ചെയ്തിരുന്നു? ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിച്ചില്ലായിരുന്നില്ല. ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച ഒരു വിദ്യാർത്ഥിക്കും അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും. ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരുന്നില്ല, സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഇത്തവണ അവസരം ഒരുക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ഒന്നുകൂടെ പറയാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ടും കേട്ടോ, അലോട്ട്മെൻറ്റിന് കിട്ടിയ വിദ്യാർത്ഥികൾക്കെല്ലാം ഇതിനായി അപേക്ഷ സമർപ്പിക്കാം. പിന്നെ സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ടകളിൽ സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ ഒരു 90% സാധ്യതയുണ്ട്. അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, അതായത് HS ക്യാപ്പിൻ്റെ സൈറ്റിൽ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വരണം. സർക്കുലർ വന്നാൽ മാത്രമേ നമുക്കതുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുകയുള്ളൂ. എന്തായാലും മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കും 100% ഈ ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാൻ സാധിക്കും. ഇനി സ്പോർട്സ് കോട്ട, അൺഎയ്ഡഡ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ടകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളത് സർക്കുലർ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത് HS ക്യാപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം HS ക്യാപ്പ്, ഹയർ സെക്കൻഡറി സെൻട്രലൈസർ അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് HS ക്യാപ്പിൻ്റെ ഫുൾ ഫോം. അവരാണത് തീരുമാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. അതിന് നിങ്ങൾ hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല, അത് വന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും. അന്നേരം നിങ്ങൾ നോക്കിയാൽ മതിയാകും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID ഒരു 8 നമ്പർ കാണും. അത് ക്ലിക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേര് അർജുൻ എന്നാണെങ്കിൽ Arjun@2024 അങ്ങനെയൊക്കെ ആയിരിക്കും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഡിസ്ട്രിക്റ്റ്, ജില്ല നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എന്ത് ചെയ്യും? പ്രൊഫൈൽ പേജിലേക്ക് ലോഗിൻ ആവും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കൂളുകളും ആവശ്യമുള്ള കോഴ്സുകളും നിങ്ങൾക്ക് 1 by 1 ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ ഓപ്ഷനിൽ എങ്ങനെയാണോ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് വെക്കാം. പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, നമ്മൾ അപേക്ഷ നൽകിയപ്പോൾ ഉൾപ്പെടുത്തിയ ഓപ്ഷനുകൾ മാത്രമേ ഇതിന് കൊടുക്കാൻ സാധിക്കുമുള്ളൂ. അതായത് നിങ്ങൾ അപേക്ഷ നൽകിയപ്പോൾ ഞാൻ കുറച്ച് ഓപ്ഷനുകൾ കൊടുത്തിരുന്നു, അപ്പോൾ എനിക്ക് ഉള്ളവരെന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ അത് ചെയ്തു തന്ന ആൾ എന്നോട് പറഞ്ഞത് ആ ഓപ്ഷനിലുള്ള കോളേജ് സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയൊന്നുമില്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്ത സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായി അപേക്ഷ സമർപ്പിക്കാം. അതോർത്ത് പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ തൽക്കാലത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി പറഞ്ഞു. ഇനി കൂടുതൽ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി വരും വീഡിയോകളിൽ കാണുന്നവരെ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.